ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ രീതിയിൽ ഹെൽത്തി വെർഷനായിട്ടുള്ള ഒരു ലഡുവാണ്. ഈ ലഡു നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1.5 കപ്പ് അളവിൽ കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടയൊന്നും കെട്ടാതെ വളരെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഏത് പൊടികളും ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞ ശേഷം ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചാണ് പിന്നീട് ഈ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഈ മാവ് കിട്ടും. അപ്പോൾ ഇതാ ഞാനൊരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ അത്രയുമാണ് എനിക്ക് വെള്ളം ബാക്കി വന്നത്. ബാക്കി വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് ഈ മാവ് ഒഴിച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ബേക്കിംഗ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാനോ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊരു ഇഡലിത്തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുത്ത് അത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുത്തി നോക്കി അത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നൈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്നും തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം ഞാനിതുപോലെ മുറിച്ചെടുത്താണ്. അതേ കണ്ടില്ലേ, അകം ഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് ചെറിയ പീസസായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് മോഡിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അരച്ചല്ല, പൾസ് മോഡിലിട്ട് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ പൾസ് മോഡിൽ പൊടിച്ചെടുത്ത ഈ കടലമാവിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ നിറമൊന്നും മാറണ്ട, ബ്രൗൺ നിറമൊന്നും ആവണ്ട, പക്ഷേ ഇത് നന്നായിട്ട് ചൂടായി വരണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈർപ്പമുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കളറും ടെക്സ്ചറും ഒക്കെ തന്നെ നമുക്ക് മാറും. ഇപ്പോൾ ഇരിക്കുന്ന ഒരു കളർ ആയിരിക്കത്തില്ല, നല്ലപോലെ ചൂടാക്കി ഇച്ചിരി കൂടെ ഒരു യെല്ലോ കളറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് മൂത്ത് ഇതിൻ്റെ കളറ് ഒരു എന്താ പറയുക, ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന കളർ വരും. ആ രീതിയിൽ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ചൂടായപ്പോഴത്തേക്ക് ഇച്ചിരി കൂടി അതൊന്ന് മഞ്ഞ കളറിൽ നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തിളച്ച് പാനിയാകുന്ന സമയത്ത് ഞാനൊരു തുള്ളി മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയ്ക്ക് വേണ്ടി ചേർത്താണ്. നിങ്ങളുണ്ടാക്കുമ്പോൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു നൂൽ പരുവമാകുന്നതിന് മുമ്പായിട്ട് പഞ്ചസാര തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് പഞ്ചസാര പാനിയുണ്ട്. അത് ഇളക്കി കൊടുത്ത് പഞ്ചസാര പാനി ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് അതിൻ്റെ ആ ഒരു വെള്ളമയം കുറച്ച് കുറഞ്ഞു വരുന്ന ഒരു പരുവം, ഈ ഒരു പരുവമാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതേപോലെ ലഡു ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കാം. അല്ലാത്ത രീതിയിൽ നമ്മൾ വറുത്തെടുക്കുന്നതിനകത്താണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ചൂടോടുകൂടി വേണം അത് നല്ലപോലെ പിടിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കാം, ഭയങ്കര ഈസിയാണ്. എത്ര ഇതാണെങ്കിലും നമുക്ക് ബോളായിട്ട് ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനൊരു മുന്തിരിയും കൂടെ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ലഡു. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഹെൽത്തി വേർഷൻ എന്നൊക്കെ പറഞ്ഞാലും അത്ര ഹെൽത്തി ഒന്നും അല്ല, കാരണം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ളൊരു രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റിനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിനുള്ള എളുപ്പവുമുണ്ട്. കാരണം എണ്ണയിലിട്ട് ബൂന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ രീതിയിലും അല്ലാതെയൊക്കെ വറുത്തെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്